now what happened? You have asked me so many questions about BJP. അത് ചെയ്തു, ഗോത്ര അറ്റാക്കിൽ ഇത് ചെയ്തു, ബോംബെ ബ്ലാസ്റ്റ് ഇത് ചെയ്തു, അത് ചെയ്തു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ അക്യൂസിഷൻ ചെയ്യാം. ഞാൻ ഈ അക്യൂസിഷൻ ചോദ്യം ഇതുപോലെ അക്യൂസിഷൻസ് ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും മറുപടി ഇല്ല. ഒറ്റ ചോദ്യം. ഇന്ന് ആ മനുഷ്യൻ ഇന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. 1971 നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സർജിക്കൽ സ്ട്രൈക്കിലുള്ള ഒരു അവസരം വന്നിരുന്നു. കാരണം 16 പട്ടാളക്കാരുടെ തല വെട്ടിയിട്ട് പാകിസ്ഥാൻ ഇവിടുന്ന് പോയി പൂഞ്ച് രജോറി സെക്ടറിൽ. അവിടെ ഒരു ഓഫീസർ കെഞ്ചി എനിക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരണമെന്നുണ്ട്, കൊടുത്തില്ല. അവസാനം ഹി ടുക്ക് ഹിസ് ഓൺ റിസ്ക്. ഇപ്പം അത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ബിക്കോസ് ഈ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം 10 പട്ടാളക്കാരെയും കൊണ്ടുപോയിട്ട് അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് ഒരു ബറ്റാലിയൻ ഒരു പ്ലാറ്റൂൺ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വന്നു. തിരിച്ചു വന്നപ്പോൾ കോർ കമാൻഡർ ഓഫീസർ ചോദിച്ചു വാട്ട് ഈസ് ദ പ്രൂഫ് ഫോർ ഇറ്റ് എന്ന്. ആ ഓഫീസർ അദ്ദേഹത്തിൻ്റെ ബാക്ക് പാക്ക് എടുത്തിട്ട് ഒരു സാധനം എല്ലാം കൂടെ അങ്ങ് കുടഞ്ഞ് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. 37 പേർ ചെവികളായിരുന്നു. അപ്പുറത്ത് പോയി പാകിസ്ഥാനികളെ ചെവി കട്ടി കൊന്നതിന് ശേഷം ചെവി കട്ടിയിട്ട് ഇതിലെടുത്തോണ്ട് വന്നു. ഇത്രയും വെയിറ്റ് എനിക്ക് തൂക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓഫീസറുള്ള ഒരു രാജ്യമാണിത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ചാന്ദ് മൽഹോത്ര, മേജർ ചാന്ദ് മൽഹോത്ര. ഇന്ന് ബഹ്റൈനിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബില്യണയറാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു അവാർഡ് പോലും കൊടുക്കാത്ത ഗവൺമെൻറ്റാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ.